പൊന്നാനിയുടെ ഓരോ മേഖലയും പ്രത്യേകമായി കണ്ടറിഞ്ഞ് സമഗ്രമായ വികസന പ്രവർത്തനങ്ങൾ സാധ്യമാക്കുമെന്ന് പൊന്നാനി LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് MK സക്കീർ. 10 വർഷത്തെ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ പൊന്നാനി വികസന കുതിപ്പിലാണ്. ഇനി തുടർന്നു വരേണ്ട കാര്യങ്ങൾ പ്രത്യേകമായി പരിഗണിച്ച് അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും അഡ്വക്കേറ്റ് MK സക്കീർ പറഞ്ഞു. പൊന്നാനി പ്രസ് ക്ലബ്ബിൽ വെച്ച് നടന്ന മീറ്റ് ദ കാൻഡിഡേറ്റ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൊന്നാനിക്കാരനായതുകൊണ്ട് തന്നെ പൊന്നാനിയിലെ പല പ്രശ്നങ്ങളിലും ഇടപെട്ടിട്ടുള്ള ആളായതിനാൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ നന്നായി അറിയാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലത്ത് ഉത്തരവായിട്ടുള്ള കടൽഭിത്തി നിർമ്മാണമാണ് പരിഗണനയിൽ ഒന്നാമത്. ഇപ്പോൾ ഈ പ്രകൃതിയുടെ ഈ കടലുമായി ബന്ധപ്പെട്ട ഒരു പ്രദേശങ്ങളെ പല സോണുകളായി തിരിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സോണ് 10 ഹോട്ട്സ്പോട്ടുകളിൽ പ്രധാനപ്പെട്ട സ്പോട്ടായി കണ്ടെത്തിയിട്ടുള്ളത് പൊന്നാനിയാണ്. ഇത് 10 സ്പോട്ടുകളായി നിശ്ചയിക്കും. അതിൽ 10 തന്നെ പ്രധാനപ്പെട്ട പ്ലോട്ടുകളായി പൊന്നാനി വരികയും ഏകദേശം 600 കോടി രൂപയോളം അതിന് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ആ ഒരു പ്രവൃത്തിക്കുള്ള ഒരു സർക്കാർ ഉത്തരവ് ഇറങ്ങിയ സ്ഥിതിക്ക് നേരത്തെ പറഞ്ഞ പോലെ സ്വപ്നം, ഞാനടക്കം കണ്ടിരുന്ന സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. ആ യാഥാർത്ഥ്യമാകുന്ന ആ ഒരു പദ്ധതിക്ക് അതിൻ്റെ മുന്നിൽ നിന്ന് അത് പൂർത്തീകരിക്കുക എന്ന ഒരു ചുമതലയായിരിക്കും ആദ്യം തിരഞ്ഞെടുക്കപ്പെടുന്ന പക്ഷം നിർവഹിക്കുക. ഒന്ന്. രണ്ടാമത് നമ്മൾ ഫിഷിംഗ് ഹാർബർ എന്ന രൂപത്തിലൊക്കെ വരുമ്പോൾ അവിടെ വലിയ തോതിൽ അവിടുത്തെ കുറേ ജീവിതങ്ങളുണ്ട്. അതിനെ നമ്മൾ ഏറ്റവും നല്ല രൂപത്തിൽ മെച്ചപ്പെടുത്തിയെടുക്കാവുന്ന രൂപത്തിൽ അതിൻ്റെ പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്. ഓരോ പഞ്ചായത്തിലെയും നമ്മൾ നോക്കിക്കാണുമ്പോൾ അപ്പോൾ എല്ലാ പഞ്ചായത്തിലും നമുക്ക് ഭാഗ്യവശാൽ ഒരു ആഭ്യന്തര ടൂറിസത്തിനെ കൈകാര്യം ചെയ്യുന്ന ഒരു മേഖലയെ കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ എല്ലാ പഞ്ചായത്തിലെയും നമ്മൾ ടൂറിസം ആക്കി മാറ്റുന്നത് പറഞ്ഞാൽ അത് വിനോദസഞ്ചാരികൾക്ക് ഉള്ള ഒരു ആകർഷണ വലയത്തിനപ്പുറത്തേക്ക് നമ്മൾ അതിനെ കാണുന്നത്. അതിനകത്ത് ഒരു തൊഴിൽ ഉത്ഭവിച്ചു വരുന്നുണ്ട്. അതിനകത്ത് ചെറിയ വരുമാനങ്ങൾ ഉത്ഭവിക്കുന്ന ചെറുകിട കച്ചവടക്കാർ വരുന്നുണ്ട്. അപ്പോൾ ആഭ്യന്തര ടൂറിസം എന്ന് പറഞ്ഞാൽ ഒരിക്കലും വലിയ രൂപത്തിലുള്ള വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ നാട്ടിലെ പ്രത്യേകിച്ചും നമ്മൾ റിവേഴ്സ് മൈഗ്രേഷനൊക്കെ ഉള്ള കാലഘട്ടത്തിൽ ഗൾഫിൽ നിന്നൊക്കെ തിരിച്ചു വരുന്നവർക്ക് ഒരു പക്ഷേ നന്നായി ഒരു 1-2 പേര് കൂടിയിരുന്ന് ആലോചിച്ചാൽ പോലും ചെറിയ രൂപത്തിൽ അതിനെ വികസിപ്പിച്ചെടുത്ത് നമ്മളെ കുമ്പളങ്ങി അല്ലെങ്കിൽ മൺട്രോത്ത് തുരുത്ത് ദ്വീപിലൊക്കെ നിങ്ങൾ പോയി കാണും. അവിടെയൊക്കെ പറഞ്ഞാൽ ആഭ്യന്തര ടൂറിസത്തിൻ്റെ ഭാഗമായി ഓരോ വീടുകളും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൽ ഇത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ വീടിൻ്റെ മുകളിൽ അല്ലെങ്കിൽ വീടിൻ്റെ എതിർ ഭാഗത്ത് അവർ വീട്ടിൽ താമസിക്കുകയും അതിൻ്റെ ഒരു ഭാഗം ദിവസ വാടകയ്ക്ക് ഈ ടൂറിസ്റ്റുകൾക്ക് കൊടുക്കുന്ന സംഭവങ്ങളുണ്ട്. ചെറുവല്ലൂർ ബണ്ട് റോഡ് എന്ന് പറഞ്ഞാൽ പുത്തമ്പള്ളിയിൽ നിന്ന് തുടങ്ങി അങ്ങ് ചെറുവല്ലൂർ വരെയുള്ള പ്രദേശത്തേക്ക് പുതിയൊരു മാർഗം രൂപാന്തരപ്പെടുകയാണ്. എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ബണ്ട് റോഡ് നേരെ ചെറുവൂരിലേക്ക് എത്തിപ്പെടും. അത് കൃഷി ആവശ്യത്തിന് ആവശ്യമുള്ള ബണ്ടാണ്. പ്ലസ് ഗതാഗതത്തിനും കൂടി യോജിക്കുന്ന രൂപത്തിൽ ആ ബണ്ട് വരുന്നതോടുകൂടി കോഴി കൃഷി മേഖല മെച്ചപ്പെടുകയും അവിടെയും ഈ പറഞ്ഞ പോലെ കായലിനെയൊക്കെ ചുറ്റിപ്പറ്റി നമ്മളെന്താ പറയുക ഇവിടെ നമ്മളെ കാശ്മീരിലെ നമ്മളെ ചില പഹൽഗാം ദ്വീപ് ഒരു വഞ്ചിയിലൊക്കെ പോയിട്ടുള്ള ടൂറിസം ഉണ്ട്. അതേപോലെ തടാകത്തെ പോലെയുള്ള ഒരു ടൂറിസത്തിന് നമുക്ക് അവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ധാരാളം എന്നല്ല താമരപ്പൂക്കളും ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ഒരുപാട് സൗകര്യങ്ങൾ പലതും വന്നുകൊണ്ടിരിക്കുന്നു. വഞ്ചി എന്നൊക്കെ പറഞ്ഞ് വഞ്ചിപ്പൂരൊക്കെ തുടങ്ങിയിട്ടുണ്ട് അവിടെ. കടലാക്രമണത്തിന് ശാശ്വത പരിഹാരം ലഭിക്കുന്നതിനായി 569 കോടിയുടെ പദ്ധതിക്കാണ് അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. വിജയിച്ചാൽ ഏറ്റവും ആദ്യം ഏറ്റെടുത്തു നടത്തുന്ന പ്രവർത്തനവും ഇതുതന്നെയായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
ഹാർബർ നവീകരണത്തിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. എല്ലാ പഞ്ചായത്തിലും ആഭ്യന്തര ടൂറിസം സാധ്യതകൾ വളരെയധികമുള്ള ഒരു നാടാണ് പൊന്നാനി. വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ തന്നെ കടലോര കായലോര ടൂറിസം സാധ്യമാക്കാവുന്ന നിള ടൂറിസം പദ്ധതി, തുറുവാണം ദ്വീപ് തുടങ്ങിയ പദ്ധതികൾ വിപുലപ്പെടുത്തുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. കനോലി കനാലിൽ ജലഗതാഗത പാത ആരംഭിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു.